കേക്കച്ചിട്ടാണേ. ഇതൊരു അടിപൊളി സെറ്റ് ഞാൻ സെറ്റ് ചെയ്തതാണ്. ഒരു എത്ര മാല, 1 2 3 4 5 6 7 മാലയുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറ്റ് ഞാൻ സെറ്റ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇതിൽ കാശുമാലയുണ്ട്, പാലക്കയുണ്ട്, ഇതുപോലെ വെറൈറ്റി ഉണ്ട്, അതുപോലെ മാങ്ങാ ടൈപ്പിൽ വരുന്ന മാലയുണ്ട്, എല്ലാം ഉണ്ട്, പിച്ചുമുട്ട് മാലയുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് എത്ര പവനാണെന്ന് പറയാമോ? ഞാൻ പറയട്ടാ, 40 45 50. ഇതൊരു 48 പവനുണ്ട് കേട്ടോ. ടോട്ടൽ 48 പവൻ വരുന്ന ഒരു അടിപൊളി സെറ്റാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കടയിൽ വന്നപ്പോഴത്തേക്കും, ഷോപ്പിൽ വന്നപ്പോഴത്തേക്കും ട്രിവാൻഡ്രത്തിൽ ഇതുപോലുള്ള വെറൈറ്റി ഇരിക്കുന്നുണ്ട്. റീഗൽ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചേഴ്സ് ട്രിവാൻഡ്രം, എറണാകുളം, തൃശ്ശൂർ, ഇടപ്പാൾ, കാലിക്കറ്റ്, ബാംഗ്ലൂരൊക്കെ നമുക്ക് ഷോപ്പുണ്ട്. അപ്പോൾ ഈ സെറ്റ് കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. ഇതിൽ ഈ മാല, ഫസ്റ്റ് മാല എന്ന് പറയുന്നതേ 2.25 പവനാണ് കേട്ടോ. പലതിൻ്റെയും വെയിറ്റ്. ഇതൊരു 9 പവൻ വരുന്നുണ്ട് സെക്കൻഡ് മാല കേട്ടോ. ഈ ഒരു മാല എന്ന് പറയുന്നത് ഇത് ഏതാണ് കാണാൻ വലുതുമേ, കാഴ്ചശക്തി പോയ 63 ഗ്രാമ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. 8 പവൻ ഓത്തേ ഉള്ളൂ കേട്ടോ. ഈ പിച്ചുമുട്ട് മാല നല്ല മാലയല്ലേ. കാശുമാലയൊക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ മാങ്ങാ ടൈപ്പിലും കാശ് വരുന്ന ഒരു ടൈപ്പുണ്ട്. പാലക്കയുണ്ട്. പാലക്കാണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ടേക്കുന്നതാണ് കേട്ടോ. വലിയ പാലക്കയാണേ. ഈ പിച്ചുമുട്ടും ഇങ്ങനെ ഇട്ടേക്കുന്നതന്നേ ഉള്ളൂ. വലിയ പിച്ചുമുട്ടാണ് കേട്ടോ. സൂപ്പർ അല്ലേ പിച്ചുമുട്ട് മാല. അങ്ങനെ എല്ലാ മാലയോടെ ചേർത്തിട്ട് ഒരു 48 പവൻ വരുന്ന അടിപൊളി സെറ്റാണ്. അത് ഇത് എനിക്ക് വരുന്നെങ്കിൽ ഞാൻ എനിക്ക് കാണിച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഷർട്ട് ആയതുകൊണ്ട് അടിച്ചല്ലേ ഞാൻ വൃത്തിയായി. എങ്ങനെയുണ്ട്? ക്യാമറ കൂടെ എണീക്കട്ടെ. എങ്ങനെയുണ്ട് സെറ്റ്? ഇന്ന് കായംകുളത്തുനിന്ന് ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും കായംകുളത്തുനിന്ന് സാറ് വന്നായിരുന്നു. വളരെ ഹാപ്പി ആയിട്ടാണ് പോയത്. 1 2 3 4 5 6 7 മാലകളോട് ചേർന്നിട്ട് നമുക്കൊരു 48 പവനിൽ അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ് സെറ്റ് ചെയ്തത്. ഇതുപോലുള്ള വെറൈറ്റിയുള്ള സെറ്റുകൾക്ക് നമുക്ക് റീഗലിൽ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് കേരളത്തിലാണ് കൂടുതലും. കേരള പിന്നെ ട്രഡീഷണൽ ഐറ്റംസ് അങ്ങനെ. ഇതെന്ന് പറയുന്നത് റൂബി അൺകട്ടൊക്കെ വെച്ച് വരുന്ന അല്ലേ ഒരു കളക്ഷനാണ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻസാണ് ഇന്ന് KK ചേട്ടൻ സെറ്റ് ചെയ്തത്. അപ്പോൾ കളക്ഷൻസ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും അഭിപ്രായം പറയണം തീർച്ചയായിട്ടും അല്ലേ. പറയണ്ടേ? നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുമ്പോഴാണ് പുതിയ 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 കളക്ഷൻസ് കാണിക്കാനായിട്ട് നമുക്ക് ഒരു ഇൻസ്പിറേഷൻ വരുന്നത് അല്ലേ. പ്രേം നസീർ പറയുകയാണ് ഇൻസ്പിറേഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് ഇതുപോലുള്ള കളക്ഷൻസുകൾ കണ്ടിട്ട് പറയുക. ഈ ലാസ്റ്റ് മാല 10 പവനകത്ത് തന്നെ വരുന്നുള്ളൂ കേട്ടോ. ഈ മാല ഇതൊരു 8 പവൻ ആ റേഞ്ചിലാണ് വരുന്നത്. 48 പവനിൽ നല്ല സൂപ്പർ സെറ്റ് ആയില്ലേ അല്ലേ. സൂപ്പർ സെറ്റുകൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതിനാണ് കമൻറ്റ് ചെയ്യുക അല്ലേ. ഇനിയിപ്പോൾ എന്ത് സെറ്റൊക്കെയാണ് വേണ്ടതെന്ന് അതിനകത്ത് ഇട്ടിരുന്നാൽ മതി. അതിനകത്തൊരു വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. സെറ്റിൻ്റെ മേക്കിംഗ് ചാർജ്, കാര്യങ്ങൾ, അഡ്വാൻസ് ബുക്കിംഗ്. കാരണം റേറ്റ് കൂടിക്കൊണ്ട് പോവുകയാണ്. ബ്ലോക്ക് ചെയ്തിട്ടിരുന്നാൽ ഈ റേറ്റിൽ തന്നെ കിട്ടും. കുറയുകയാണെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. പിന്നെന്താ, സ്വർണ്ണത്തിന് എന്നും ഒരു ഡിമാൻഡ് ഉണ്ടാവും. സ്വർണ്ണത്തിന് വില കൂടുമ്പോഴാണ് അതിന് ഡിമാൻഡ് ഉള്ളത് അല്ലേ. ഏതൊരു പ്രൊഡക്റ്റ് ആയിരുന്നാലും അതിന് വില കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും. ഇപ്പോൾ സ്വർണ്ണത്തിന് വില കുറഞ്ഞ് വരികയാണെങ്കിൽ ഡിമാൻഡ് ഇല്ലെന്നോ. ഇതിന് എന്ന് വിറ്റാലും ഇപ്പോൾ ഒരു വസ്തു ആണെങ്കിൽ നാളെ നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. ക്യാഷ് കിട്ടാനാണ് ക്യാഷ് എന്ന് വെച്ചാൽ അക്കൗണ്ട് ത്രൂ ആണ് വരുന്നതെങ്കിലും നമുക്കൊരു ആവശ്യത്തിന് വേണ്ടി വിൽക്കുമ്പോഴത്തേക്കും ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. സ്വർണ്ണമാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് തന്നെ ക്യാഷ് നമുക്ക് അക്കൗണ്ടിലോട്ട് മാറാൻ കാര്യങ്ങൾ സാധിക്കും. അതാണ് സ്വർണ്ണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് കൂടുന്നതിൻ്റെ പ്രത്യേകതയും. പിന്നെ വില കുറയുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത. കാരണം കഴിഞ്ഞ വർഷം ഈ സമയത്ത് 5600 ആയിരുന്നത് ഇപ്പോൾ ഗ്രാമിന് 2000 രൂപ കൂടി. അന്നൊരു 100 ഗ്രാം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ പ്രോഫിറ്റ് ആണെന്ന്, ലാഭമാണെന്ന്. 10 പവൻ 12 പവൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ 25 പവൻ വാങ്ങിച്ച ആളിന് ഇന്ന് 4 ലക്ഷം രൂപ ലാഭമാണ്. അപ്പോൾ ആലോചിക്കുകയാണ് സ്വർണ്ണത്തിൻ്റെ അല്ലേ കണക്ക്. അപ്പോൾ ഇത് വാങ്ങിച്ച് വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്, വാങ്ങിക്കണമെന്നല്ല പറഞ്ഞത്. ഇതിൻ്റെ ഡിമാൻഡ് കുറയില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ അഡ്വാൻസ് ചെയ്തിട്ട് കഴിഞ്ഞാലും ഇത് തന്നെയാണ്. ഇത് നമ്മൾ ആ സാറ് ഞാൻ പറഞ്ഞത്, സാറ് വന്നപ്പോഴത്തേക്കും സാറ് അഡ്വാൻസ് ചെയ്തിരുന്നതുകൊണ്ട് സാറിന് ഈ പറഞ്ഞ പ്രോഫിറ്റ് ഉണ്ടായി. ഇപ്പോൾ ഒരു 50 പവൻ കൊടുക്കുന്ന ഒരാളിന് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോൾ 400 ഇൻറ്റു 2000 എത്രയാണ്? 8 ലക്ഷം രൂപ അല്ലേ. 8 ലക്ഷം രൂപ. 400 ഇൻറ്റു 2000 8 ലക്ഷം രൂപയുടെ വ്യത്യാസം വന്ന് ഒറ്റ വർഷം കൊണ്ട്. ഒരു വർഷം കൊണ്ടാണ് 8 ലക്ഷം രൂപയുടെ വ്യത്യാസം. അപ്പം ഒന്ന് മനസ്സിലാക്കണം ഇതിൻ്റെ ഒരു വ്യത്യാസങ്ങളെ. കാരണം കഴിഞ്ഞ വർഷം എടുത്ത് വെച്ചിരുന്നെങ്കിൽ എന്ന് ഇപ്പം എടുക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അവർ വിചാരിക്കും അടുത്ത വർഷം ആകുമ്പോൾ വിചാരിക്കും കഴിഞ്ഞ വർഷം എടുത്ത് വെച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ഒരു തരത്തിലോട്ടാണ് സ്വർണ്ണത്തിൻ്റെ വില പോകുന്നത്. ഇനി കുറയുന്നില്ല എന്നല്ല, ചില സമയങ്ങളിൽ ഗ്രാമിന് 250 രൂപ 300 രൂപയൊക്കെ കുറയുന്ന സന്ദർഭങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിൻ്റെ 4 ഇരട്ടി 8 ഇരട്ടിയൊക്കെയാണ് ഗോൾഡ് റേറ്റ് വർദ്ധിക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഡീപ്പായിട്ട് പറയാൻ ഞാൻ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനല്ലാത്തത് കൊണ്ടും എനിക്ക് അതിൻ്റെ ഡീപ്പായിട്ട് പറയാനായിട്ട് അറിയില്ല. കാരണം ഡോളറിൻ്റെ റേറ്റും ഇൻ്റർനാഷണൽ മാർക്കറ്റുകളും അതിൻ്റെ ഫ്ലക്ച്വേഷൻസൊക്കെയാണ് ഗോൾഡ് റേറ്റിന് വ്യത്യാസം. ഡോളർ ഒക്കെ അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളും നോക്കിയിട്ടാണ് ഫ്ലക്ച്വേഷൻസ് വരുന്നതെന്നുള്ളതാണ് നിഗമനം. പക്ഷേ
ഞാൻ കേട്ടിട്ടുണ്ട്, സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ടത്തെ കണക്കനുസരിച്ചിട്ടാണെങ്കിൽ ഇതൊന്നും അല്ല ഗോൾഡ് റേറ്റ് വരേണ്ടത്, ഇതും കൂടുതലായിരിക്കണം ഗോൾഡ് റേറ്റ് വരേണ്ടതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. റീഗൽ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചേഴ്സ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശ്ശൂർ, എടപ്പാൾ, കാലിക്കറ്റ് ആൻഡ് ബാംഗ്ലൂർ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് അല്ലേ. താങ്ക്സ്.